ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് കുഴിമന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്ക് കുഴിയും വേണ്ട, കുക്കറും വേണ്ട, പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ നമുക്ക് ഈ മന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ? അതിനു വേണ്ടി ഞാൻ വലിയ 5 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്ക്വയറോ എന്തെങ്കിലും വെച്ചാൽ കത്തി എന്തെങ്കിലും വെച്ച് നന്നായി ഇങ്ങനെ കുത്തിയെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് മസാലകളൊക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി പൊടിച്ചതല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ് പൗഡറാണ്. ഇനി വേണ്ടത് 2 മാഗി സ്റ്റോക്സ് ആണ് ചിക്കൻ്റെ. അപ്പോൾ ഇത് നന്നായി പൊടിച്ചിട്ട് കൊടുക്കണം. ഇത്ര ചിക്കന് ഈ 2 ക്യൂബ്സ് മതിയാവും. അധികം മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് അല്പം കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, റെഡ് കളറ്. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ക്യാപ്സിക്കം ആണ്. ഞാനിപ്പോൾ പകുതി ക്യാപ്സിക്കം ചെറുതായി മുറിച്ചതാണ്. പിന്നെ വേണ്ടത് കുറച്ച് പുതിന, പിന്നെ കുറച്ച് മല്ലിയില, അതെല്ലാം ചെറുതായി പൊടിയായി അരിഞ്ഞതാണ്. ഇനി ഇത് എല്ലാം കൂടി നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്യാം. എല്ലാം കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതൊന്നുകൂടി അടിച്ചു വെക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയാൽ മതി. ഇനി ഇത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെക്കാം. ഞാനിത് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച അരിയാണ്. ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റിയെടുക്കണം. ഒരു ഊറ്റുകൊട്ടയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ചോറ് വേവിക്കേണ്ട വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ചോറ് വറ്റിച്ചെടുക്കുന്നതല്ല, ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനിലേക്ക് ഞാൻ ഉപ്പിട്ടിട്ടില്ല. മാഗി സ്റ്റോക്കിന് നല്ല ഉപ്പുണ്ടാകും, അതുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ഞാൻ 2 ഏലക്ക, 2 പട്ട, 2 ഗ്രാമ്പുവാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഡ്രൈ ലെമണും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഊറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഊറ്റിയെടുക്കുന്നത് കൊണ്ട് നല്ലോണം വെള്ളം ചേർക്കണം, ഒരു കണക്കിനനുസരിച്ച്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കാം. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ അതിലുള്ള സ്പൈസസ് ഒന്നും വേണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടണം. അപ്പോൾ ഞാനിപ്പോൾ ചോറ് ഒരു 3/4 ഭാഗം മാത്രമേ വേവിച്ചിട്ടുള്ളൂ ദമ്മിടുന്നത് കൊണ്ട്. ഇപ്പോൾ അടിയിലൊരു തവി പോലത്തെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ ദമ്മിടാൻ വേണ്ട പാത്രം വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3/4 ഭാഗം അല്ലെങ്കിൽ ഒരു 80% മാത്രം ചോറ് വേവിച്ചാൽ മതി. അധികം വേവിച്ചാൽ ഇത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ എല്ലാം കൂടി കുഴഞ്ഞു പോകും. ചോറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് പച്ചമുളക് കുത്തി വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടി 1 ടീസ്പൂൺ വെള്ളത്തിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ആക്കിയതാണ്. അത് ഇതിന് മുകളിലേക്കായി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് നടുവിൽ ഒരു കുഴിയാക്കിയിട്ട് ഇതുപോലത്തെ ഒരു പാത്രം വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചാർക്കോൾ ഇട്ട ശേഷം അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി കവർ ചെയ്യാം. ഞാനിപ്പോൾ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് നന്നായി കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം മൂടി വെച്ച് നമുക്ക് അടച്ചെടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിക്കാം. അപ്പോൾ ഇത് ദമ്മിട്ടിട്ട് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിൽ നിന്നും ആ ചാർക്കോൾ എടുത്ത് മാറ്റണം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിയിലുള്ള മസാലകളൊക്കെ ഇങ്ങനെ മുകളിലേക്കാക്കിയിട്ട് നന്നായി മിക്സ് ആക്കാം. നമ്മളുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഉണ്ടാക്കി നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.